ഹലോ, ഇന്ന് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ്റെ ടെർമിനോളജി വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യത്തേത് റിക്വയർഡ് ഇൻഫോർമേഷൻ ടു ക്രിയേറ്റ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? Completing a bank reconciliation statement requires using both the current and previous month's statement, including the closing balance of the account. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് ഇയറിലെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെയും സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട്, നിലവിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് എന്നുള്ളതും ആവശ്യമാണ്. The accountant typically prepares the bank reconciliation statement using all transactions through the previous day, as transactions may still be occurring on the actual statement date. അക്കൗണ്ടൻ്റ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക നിലവിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഉപയോഗിച്ചിട്ടാണ്, ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഉപയോഗിച്ചിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റിംഗ് ബാലൻസ് പെർ ബാങ്ക്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ദ അക്കൗണ്ടൻറ്റ് അഡ്ജസ്റ്റ് ദ എൻഡിങ് ബാലൻസ് ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു റിഫ്ലക്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്സ് ഓർ വിഡ്രോവൽസ്. These are transactions in which payment is en route but the cash has not yet been accepted by the റെസിപ്പിയൻറ്റ്. അതായത് നമ്മൾ ബാങ്കിലുള്ള ബാലൻസിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാസ്ബുക്ക് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഔട്ട്സ്റ്റാൻഡിങ് ചെക്കുകളും വിഡ്രോവൽസും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് പെൻഡിങ്ങിലുള്ള എമൗണ്ടുകൾ, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരും വിഡ്രോ ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള പെൻഡിങ്ങിലുള്ള എല്ലാ പേയ്മെൻറ്റുകളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മൾ എൻഡിങ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് നോക്കുന്നു. ആൻ എക്സാമ്പിൾ ഇസ് എ ചെക്ക് മെയിൽഡ് ഓൺ October 30. When preparing the October 31 bank reconciliation statement, the check mailed the previous day is unlikely to have been cashed, so the accountant deducts the amount from the ബാങ്ക് ബാലൻസ്. നമ്മൾ 30-ാം തീയതി ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിലേക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും 31-ന് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ചെക്ക് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ചെക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂട്ടി കാണിച്ചിട്ടുണ്ടാവും. അത് ഇതുവരെയായിട്ട് പാസ്ബുക്കിൽ കാണിച്ചിട്ടില്ല, കാരണം ബാങ്കിൽ എത്തിയിട്ടില്ല. അപ്പം ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. There may also be collected payment that have not yet been processed by the bank, which requires a positive adjustment. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റുകൾ പക്ഷേങ്കിൽ അത് ഇതുവരെയായിട്ട് ബാങ്ക് പ്രോസസ്സ് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്ക് കൂട്ടിയിട്ടുണ്ടാവും, അത് ഇതുവരെയായിട്ട് ബാങ്ക് പ്രോസസ്സ് ചെയ്യാത്തതുകൊണ്ട് എന്ത് വന്നിട്ടില്ല? പാസ്ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ ആഡ് ചെയ്യണം. ഇനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റിംഗ് ബാലൻസ് പെർ ബുക്സ്. The balance of the cash account in an entity's financial record may require adjusting as well. നമ്മളെ പാസ്ബുക്കിലുള്ള എൻട്രീസിന് മാത്രമല്ല ക്യാഷ് ബുക്കിലുള്ള എൻട്രീസിനും അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഫോർ ഇൻസ്റ്റൻസ്, എ ബാങ്ക് മേ ചാർജ് എ ഫീ ഫോർ ഹാവിങ് ദ അക്കൗണ്ട് ഓപ്പൺ. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മളെടുത്തൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. The bank typically withdraws and processes the fees automatically from the bank account. ബാങ്ക് ആ ഒരു ചാർജ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് ചെയ്യുക. അത് നമ്മളറിയില്ല. ബാങ്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും, പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ക്യാഷ് ബുക്കിൽ ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടാവില്ല. Therefore, when preparing a bank reconciliation statement, any fees taken from the account must be accounted for preparing a journal entry.
അപ്പം നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ ഫീസും കൺസിഡർ ചെയ്യണം. ആ ഫീൻ്റെ എമൗണ്ട് നമ്മളെ ക്യാഷ് ബുക്കിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. അനദർ ഐറ്റം ദാറ്റ് റിക്വയേഴ്സ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഏൺഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഏൺഡ്. Interest is automatically deposited into a bank account after a certain period of time. നമ്മൾ ബാങ്ക് പൈസ ഇട്ടാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ പാസ്ബുക്കിലേക്ക് വരുന്ന എമൗണ്ടാണ്. ദസ് the accountant may need to prepare an entry that increases the cash currently shown in the financial record. അപ്പം അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം? നീഡ് ടു പ്രിപ്പയർ ആൻ എൻട്രി, ഒരു ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഇൻക്രീസസ് ക്യാഷ് കറൻ്റ്ലി ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ റെക്കോർഡ്. നമ്മളെ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുന്ന രീതിയിൽ നമ്മളൊരു ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ടു ദ ബുക്സ്. ദ ബാലൻസ് ഷുഡ് ഈക്വൽ ദ എൻഡിങ് ബാലൻസ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ നമ്മൾ ക്യാഷ് ബുക്കിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ പാസ്ബുക്കിലെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസും ഈക്വലായിട്ട് വരും. ഇഫ് ദ ഫിഗേഴ്സ് ആർ ഈക്വൽ, എ സക്സസ്ഫുൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ്. ഫിഗേഴ്സ് ഈക്വൽ ആയാൽ നമ്മളെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ സക്സസ്ഫുൾ ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് നോക്കാം, വൈ ആർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ്? നമ്മൾ എന്തിനാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? With the definition of bank reconciliation statement, you might be wondering why bank transactions recorded in the books of accounts do not match with the bank statement. There are plenty of reasons and some of the common ones are listed below. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനേഷൻ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലേനോ, എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഡിഫറെൻ്റ് എമൗണ്ട് വരുന്നത്? അങ്ങനെ ഡിഫറെൻ്റ് എമൗണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ഇൻ ദ ബാങ്ക്. നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണിക്കും. പക്ഷേങ്കിൽ ഇഷ്യൂ ചെയ്ത ചെക്ക് ഇതുവരെ ബാങ്കിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ആ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷിൽ കുറവാണ്, ബാങ്കിൽ കൂടുതലാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് വന്നില്ലേ? ഇനി രണ്ടാമത്തത്, ഡിഫറൻസ് ഇൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ആൻഡ് ചെക്ക് ക്രെഡിറ്റഡ് ഡേറ്റ്. നമ്മളൊരു ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിലെ എമൗണ്ട് കൂടിയതായിട്ട് കാണിക്കും. പക്ഷേ എങ്കിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ ബാങ്ക് ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല. അപ്പം ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്, പാസ്ബുക്കിൽ എമൗണ്ട് കുറവാണ്. അപ്പോഴും ഡിഫറൻസ് ഉണ്ടായി. ഇനി മൂന്നാമത്തത്, ഡേറ്റ് ഓഫ് ചെക്ക് ഇഷ്യൂഡ് ടുവേർഡ്സ് പേയ്മെൻറ്റ് ആൻഡ് ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും ബാങ്ക് അത് ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എമൗണ്ട് കുറച്ചു, അതിനുശേഷം നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം വരെ ആരും ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവാണ്, പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. അപ്പോഴും ഡിഫറൻസ് ഉണ്ടായി. ഇനി നാലാമത്തത്, ചെക്ക് ഇഷ്യൂഡ് ഓർ റിസീവ്ഡ് ഈസ് നോട്ട് പ്രസൻറ്റഡ് ടു ദ ബാങ്ക് ഫോർ ക്ലിയറിംഗ്. നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് ആരും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്താ സംഭവിക്കുക? ഇഷ്യൂ ചെയ്ത സമയത്ത് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറഞ്ഞു, അത് പ്രസൻറ്റ് ചെയ്യാത്തത് കാരണം പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. ഇനി അടുത്തത്, ബാങ്ക് ഇൻട്രസ്റ്റ്, ചാർജസ് എറ്റ്സെട്ര ആർ നോട്ട് അക്കൗണ്ടഡ് ഫോർ. റീസൺസ് ബീയിങ് ഇറ്റ് ഈസ് നോട്ട് നോൺ ടിൽ യു റീകൺസൈൽ. ബാങ്ക് ഇൻട്രസ്റ്റ് എമൗണ്ട്, അതുപോലെ ബാങ്ക് നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ചാർജുകൾ, ഇത് രണ്ടും പാസ്ബുക്കിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ദിവസം വരെ ഈ രണ്ട് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ബാങ്ക് ഇൻട്രസ്റ്റിനെ കുറിച്ചും ചാർജിനെ കുറിച്ചും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് പാസ്ബുക്കിൽ വന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പം എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി അടുത്തത്, ബാങ്ക്സ് ക്യാൻ ഓൾസോ ഡു
മിസ്റ്റേക്സ് ഇൻ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് ദ ട്രാൻസാക്ഷൻ. ബാങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരും മനുഷ്യന്മാരാണ്, അവരോട് തെറ്റ് സംഭവിക്കും. അവരോട് ഡെബിറ്റ് ചെയ്യുന്നതിലോ ക്രെഡിറ്റ് ചെയ്യുന്നതിലോ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഇനി ജസ്റ്റ് ലൈക്ക് ബാങ്ക്സ്, you too can make mistakes in accounting the bank transactions in books of accounts and so on. അതുപോലെ തന്നെ ബാങ്കിന് മാത്രമല്ല തെറ്റ് സംഭവിക്കുക. നമ്മളെ ഓർഗനൈസേഷനിൽ അക്കൗണ്ടൻറ്റിന് ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ബാങ്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും എമൗണ്ട് മാച്ച് ആവില്ല. ഇത്രയും സാഹചര്യങ്ങളിലാണ് പൊതുവെ ഡിഫറൻസ് ഉണ്ടാവാറുള്ളത്. ഡ്യൂ ടു ദ റീസൺസ് ലിസ്റ്റഡ് above, the closing bank balance in your books of accounts and actual bank balance as per passbook will not match. ഇത്രയും റീസൺസ് കാരണം നമ്മളെ ക്യാഷ് ബുക്കിലെല്ലാം പാസ്ബുക്കിലെല്ലാം എമൗണ്ട് മാച്ച് ചെയ്യൂല. ദിസ് മീൻസ് the bank balance what you think you have it your bank is not the one available in the bank. അതായത് നമ്മൾ പാസ്ബുക്കിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന അത്ര എമൗണ്ട് ആക്ച്വലി പാസ്ബുക്കിലില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് പാസ്ബുക്കിലുണ്ട് എന്നുള്ള അവസ്ഥ വരും. ഡിസൈഡിങ് ഓൺ ദ ബുക്ക് ബാലൻസ് വിൽ പുട്ട് യു ഇൻ ആൻ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. ഇത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ടു അവോയ്ഡ് ദോസ് സിറ്റുവേഷൻസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി മാച്ചസ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആസ് പെർ കമ്പനി ബുക്സ് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സോ ദാറ്റ് യു ഓൾവേസ് ഹാവ് ആക്യുറേറ്റ് ബാങ്ക് ബാലൻസ് റിഫ്ലക്റ്റിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പം നമ്മൾ ബാങ്കിലുള്ള എമൗണ്ടും ക്യാഷ് ബുക്കിലുള്ള എമൗണ്ടും മാച്ച് ചെയ്യാൻ വേണ്ടി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ബാങ്ക് ബാലൻസിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് റീസൺ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം, വെൻ ഡസ് എ ബിസിനസ് പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോഴാണ് ഒരു ബിസിനസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക? Depending on the volume and the value of bank transactions, the reconciliation activities are carried out daily, weekly, fortnightly, etc. നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസും അതുപോലെ ബാങ്കിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട്, ഇത് രണ്ടും അനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ചിലപ്പോൾ ഡെയിലി പ്രിപ്പയർ ചെയ്യും, ചിലപ്പോൾ വീക്ക്ലി, ചിലപ്പോൾ 2 വീക്ക് കൂടുന്ന സമയത്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക. If the volume or value of transaction is higher, the reconciliation activities are carried on daily to mitigate the risk of payment or check bounce. നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ടിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്ത് പ്രിപ്പയർ ചെയ്യും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ബാങ്കിൻ്റെ പേയ്മെൻറ്റോ അല്ല ചെക്കിൻ്റെ പേയ്മെൻറ്റോ ചെക്ക് ബൗൺസ് ആവുന്നത് കൊണ്ടുള്ള സാഹചര്യങ്ങളെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കെന്ത് നോക്കാം? ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ദർ ഈസ് നോ പോയിൻ്റ് ഇൻ സേയിങ് ദാറ്റ് ബാങ്ക്സ് ആർൻറ്റ് ട്രസ്റ്റ്വർത്തി. ബാങ്കിനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ബട്ട് there is no harm in double checking the bank statement with ledgers. പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും തമ്മിൽ ഡബിൾ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആഫ്റ്റർ ഓൾ ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് അവർ അസറ്റ്സ്. കാരണം ബാങ്കിലുള്ള പൈസ നമ്മുടേതാണ്. അപ്പം അത് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. Segregation of duties makes it possible to rectify errors at a better speed. നമ്മളെ ഡ്യൂട്ടീസ് ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്താൽ നമുക്ക് എറേഴ്സ് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഹെൻസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഓഫ് എറേഴ്സ് ആർ നെസസറി. നൈദർ ബാങ്ക് നോർ യു വുഡ് ലൈക്ക് ടു മീറ്റ് എ ലോസ്. എപ്പോഴും എറേഴ്സ് മിറ്റിഗേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്കും ലോസ് ഉണ്ടാവാൻ താല്പര്യമില്ല, ബാങ്കിന് ലോസ് ഉണ്ടാക്കാൻ എന്തായാലും താല്പര്യമില്ല. Reconciliation also assists in monitoring the flow of cash in a business.
റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്കും ഓർഗനൈസേഷന് പുറത്തേക്കും ഉണ്ടാവുന്ന ക്യാഷിൻ്റെ ഫ്ലോസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നോക്കാം ബാങ്ക് റീകൺസിലേഷൻ പ്രോബ്ലംസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക? There are several problems that continuously arise as part of bank reconciliation and which you should be aware of. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. Uncleared checks that continue to be പ്രസൻറ്റഡ്. നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറച്ചതായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ചെക്ക് ഇതുവരെയായിട്ടും പേയ് ബാങ്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. There will be a residual number of checks that either are not presented to the bank for payment for a long time or which are never presented for payment. ചില ചെക്കുകൾ അവർ കുറച്ച് ദിവസത്തേക്കൊന്നും പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യില്ല. ചിലത് അവർ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യാത്ത കേസും വരും. ഇൻ ദ ഷോർട്ട് ടേം യു ഷുഡ് ട്രീറ്റ് ദം ഇൻ ദ സെയിം മാനർ ആസ് എനി അതർ അൺക്ലിയർഡ് ചെക്സ്. ഷോർട്ട് റണ്ണിൽ നമ്മൾ അൺക്ലിയർഡ് ചെക്കായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് അവർ അടുത്ത ദിവസം തന്നെ അത് പ്രസൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ടത്. Just keep them in the uncleared checks list in your accounting software so they will be an ongoing reconciling item. നമ്മൾ അൺക്ലിയർഡ് ചെക്സ് ഒക്കെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഈ ചെക്കും കാണിക്കാം. In the long run, you should contact the payee to see if they ever received the check. You will likely need to void the old check and issue them a new one. ലോങ് റണ്ണിൽ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ അവരത് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഇതുവരെയായിട്ട് ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇനി അവരോടത് കളഞ്ഞു പോയ കേസ് എത്താനാണെങ്കിൽ അവർക്കൊരു പുതിയ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ അൺക്ലിയർഡ് ചെക്കിനെ ഡീൽ ചെയ്യുക. അതൊരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ചെക്സ് ക്ലിയർ ദ ബാങ്ക് ആഫ്റ്റർ ഹാവിങ് ബീൻ വോയിഡഡ്. നമ്മൾ ലോങ് റണ്ണിൽ അവർ ചെക്ക് പ്രസൻറ്റ് ചെയ്യാത്തത് കാരണം അതിനെ ഒഴിവാക്കി. മീൻസ് അങ്ങനെ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല, ആ ഇഷ്യൂ ചെയ്തത് ക്യാൻസൽ ചെയ്തേക്കുന്ന ബാങ്കിനെ വിളിച്ചെങ്ങാണ്ട് പറഞ്ഞു. As noted in the preceding special issue, if a check remains unclear for a long time, you will probably void the old check and issue a replacement check. സാധാരണഗതിയിൽ ലോങ് റണ്ണിൽ അവർ ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ലേ നമ്മൾ അവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അവരൊന്ന് കളഞ്ഞു പോയി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പുതിയ ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ബട്ട് വാട്ട് ഇഫ് ദ പേയി ദെൻ ക്യാഷസ് ദ ഒറിജിനൽ ചെക്ക്? അപ്പോൾ എങ്ങാനും അവർ നമ്മളെ പറ്റിച്ചതാണെങ്കിലോ? അവരുടെ അടുത്ത് ഇപ്പം എന്താ, പുതിയ ചെക്കും ഉണ്ട്, നമ്മൾ കൊടുത്ത പഴയ ചെക്കും ഉണ്ട്. അപ്പോൾ അവർ പഴയ ചെക്ക് കൊണ്ടിട്ട് ക്യാഷ് ആക്കാൻ പോയാൽ നമ്മളെന്താക്കും? If you voided it with the bank should reject the check when it is presented. നമ്മൾ വോയിഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ ചെക്കിന് വാലിഡ് അല്ല എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യണം. ബാങ്കിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ചെക്കിന് വാലിഡ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ചെക്കും കൊണ്ടിട്ട് പേ വരുന്ന സമയത്ത് ബാങ്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല. If you did not void it with the bank, then you must record the check with a credit to the cash account and debit to indicate the reason for the payment, such as an expense account or an increase in the cash account or decrease in a liability account. ഇനി നമ്മൾ വോയിഡ് ആക്കി എന്നുള്ള കാര്യം നമ്മൾ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് ബാങ്കിനോട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണത് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്രെഡിറ്റ് ടു ദ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക, ക്യാഷ് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുക. ആൻഡ് ഡെബിറ്റ് ടു ഇൻഡിക്കേറ്റ് ദ റീസൺ ഫോർ ദ പേയ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ക്യാഷ് കുറഞ്ഞത്, ഒരു എക്സ്പെൻസ് ഉണ്ടായി ക്യാഷ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ക്യാഷ് അക്കൗണ്ട് ഓർ ഡിക്രീസ് ഇൻ എ ലയബിലിറ്റി അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു
ഏതെങ്കിലും ഒരു ലാബിലിറ്റി അക്കൗണ്ട് എന്ന് കാണിച്ചിട്ട് അങ്ങനെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. If the payee has not yet cashed the replacement check, you should void it with the bank at once to avoid a double payment. അപ്പം നമ്മൾ അവർക്ക് 2 ചെക്ക് കൊടുത്തു, പഴയതും കൊടുത്തു പുതിയതും കൊടുത്തു. പഴയത് കൊണ്ട് അവർ ക്യാഷാക്കി. ആ വിവരം അറിയുന്ന ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ചെക്ക് വേഗം പോയിട്ട് വോയിഡാക്കി കളയുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ, അവർക്ക് ഡബിൾ പേയ്മെൻ്റ് ആവും. അവർ 2 ചെക്കും ക്യാഷ് എടുത്തുകൊണ്ട് നമ്മളെ കയ്യിലെ ക്യാഷ് വല്ലാതെ കുറഞ്ഞു പോകും, ഡബിൾ പേയ്മെൻറ്റ് വരും. അപ്പോൾ അവരെങ്ങാനും പഴയ ചെക്ക് ക്യാഷാക്കി നമ്മൾ അറിഞ്ഞാൽ വേഗം പോയിട്ട് പുതിയ ചെക്കിനെ വോയിഡാക്കുക. അതർവൈസ് you will need to pursue repayment of the second check with the payee. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പേയിനോട് പോയിട്ട് മര്യാദയ്ക്ക് സെക്കൻഡ് ചെക്കിൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറയേണ്ട അവസ്ഥ വരും. ഇതാണ് 2 പ്രോബ്ലം. ഇനി നമുക്ക് 3ാമത്തെ പ്രോബ്ലം നോക്കാം. ഡെപ്പോസിറ്റഡ് ചെക്സ് ആർ റിട്ടേൺഡ്. നമ്മൾ ഒരു ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ആ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് റിട്ടേൺ ചെയ്തു. There are cases where the bank will refuse to deposit a check, usually because it is drawn on a bank account located in another country. ഞാൻ ഒരു ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടിയതായിട്ട് കാണിച്ചു. പക്ഷേങ്കിൽ എൻ്റെ ബാങ്ക് ആ എമൗണ്ടിനെ കളക്ട് ചെയ്തില്ല. ബാങ്ക് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഞാൻ കൊടുത്ത ചെക്കിൻ്റെ ഓണറുടെ ബാങ്ക് അക്കൗണ്ട് വേറൊരു കൺട്രിയിലാണുള്ളത്, അതുകൊണ്ട് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇൻ ദിസ് കേസ് യു മസ്റ്റ് റിവേഴ്സ് ദ ഒറിജിനൽ എൻട്രി റിലേറ്റഡ് ടു ദാറ്റ് ഡെപ്പോസിറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പാസ് ചെയ്ത എൻട്രീൻ്റെ ഓപ്പോസിറ്റ് ജനറൽ എൻട്രി പാസ് ചെയ്യുക. നമ്മൾ എന്തായിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചെക്ക് കിട്ടിയ പാടാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു തന്ന ആളുടെ പേരായിരിക്കും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്തെങ്ങാണ്ട് ആ ട്രാൻസാക്ഷന് ഒഴിവാക്കി കളയുക. which will be a credit to the cash account to reduce the cash balance with a corresponding debit or increase in the account receivable account. ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിങ്ങാണ്ട് നമ്മളത് ക്ലോസ് ചെയ്യും. ഇനി another possibility that may be causing problem is that the dates covered by the bank statement have changed so that some items are included or excluded. നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കവർ ചെയ്യുന്ന ഡേറ്റിൽ വ്യത്യാസം വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ കുറേ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആവും, അല്ലെങ്കിൽ കുറേ ഐറ്റംസ് എക്സ്ക്ലൂഡഡ് ആവും. ദിസ് സിറ്റുവേഷൻ should only arise if someone at the company requests the bank to alter the closing date for the company's bank account. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുക, കമ്പനിയിലുള്ള ആരെങ്കിലും ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ക്ലോസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾട്ടർ ചെയ്യാൻ വേണ്ടി, ക്ലോസിങ് ഡേറ്റ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പൊതുവേ ഉണ്ടാവാറുള്ളത്. ഇത്രയും പ്രോബ്ലംസാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ബാങ്ക് റീകൺസിലേഷൻ ഫോർമാറ്റ്. The bank reconciliation statement format is determined by the fact that there are only 3 types of entry in the cash book and bank statement. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 3 തരം എൻട്രീസ് മാത്രമേ ഉള്ളൂ. 1 റെസിപ്റ്റ്, 2 പേയ്മെൻറ്റ്, 3 എറർ, which are receipt, payment and errors. Any differences between the cash book and the bank statement therefore fall into one of these types. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ക്യാഷ് ബുക്കും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈ 3 കാരണങ്ങളായിരിക്കും: റെസിപ്റ്റ്, പേയ്മെൻറ്റ് അല്ലെങ്കിൽ എറർ. അതിൽ നമുക്ക് ആദ്യം നോക്കാം ഐറ്റംസ് വിച്ച് എഫക്റ്റ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ പാസ്ബുക്കിൻ്റെ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെസിപ്റ്റ് ഇൻ ദ ക്യാഷ് ബുക്ക്, നോട്ട് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ബുക്കിൽ നമ്മൾ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് ഇൻക്രീസ് ചെയ്തു, പക്ഷേങ്കിൽ ആ എമൗണ്ട് ഇതുവരെയായിട്ട് ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഡിഫറൻസ് ആണെന്നല്ലേ, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടി, പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞു. ഇനി രണ്ടാമത്തത് പേയ്മെൻറ്റ്സ് ഇൻ ദ ക്യാഷ് ബുക്ക്, നോട്ട് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പേയ്മെൻറ്റ്
ആ പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ആ ചെക്ക് ഇതുവരെ ആയിട്ട് നമ്മളെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറയും, ഇതുവരെ പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തത് എറർ ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന റീസൺസ് ഉണ്ടാവുന്നത്. ഇനി ഐറ്റംസ് വിച്ച് എഫക്റ്റ് ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുക? 1. റെസിപ്റ്റ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഓൺ ക്യാഷ് ബുക്ക്. ഏതെങ്കിലും ഒരു റെസിപ്റ്റ് നേരിട്ട് നമ്മൾ പാസ്ബുക്കിലാണ് റെക്കോർഡ് ചെയ്തത്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇപ്പം ബാങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവില്ലേ, ആ എമൗണ്ട് റെസിപ്റ്റ് ആണ്, പാസ്ബുക്കിൽ വന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുപോലെ പേയ്മെൻറ്റ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഓൺ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് നമ്മളെ അടുത്ത് നിന്ന് ഈടാക്കുന്ന ചാർജ് അത് പാസ്ബുക്കിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും, ക്യാഷ് ബുക്കിൽ റെഡ്യൂസ് ചെയ്തിട്ടില്ല. മൂന്നാമത്തത് എറർ ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നമ്മളോട് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇത്രയാണ് പൊതുവെ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് കാരണമാവുന്ന എറേഴ്സ് ഉണ്ടാവുന്നത്. യൂസിങ് ദീസ് പോസ്റ്റിംഗ് ടൈപ്പ്, ദ ബാങ്ക് റീകൺസിലേഷൻ ദെൻ ടേക്സ് ആൻ ഔട്ട്ലൈൻ ഫോർമാറ്റ് ഓഫ് 2 statements. The first adjusting the bank statement balance to arrive at the adjusted bank statement balance, and the second adjusting the cash book to arrive at the adjusted cash book balance as follows. അപ്പം ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഈ എൻട്രീസ് ഉപയോഗിച്ച് നമ്മൾ ഫോർമാറ്റിൽ ഔട്ട്ലൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, 1. അഡ്ജസ്റ്റിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ടു അറൈവ് അറ്റ് അഡ്ജസ്റ്റഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, മാറ്റങ്ങളൊക്കെ വരുത്തും. രണ്ടാമത്തത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇനി അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക്, അഡ്ജസ്റ്റഡ് പാസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. അഡ്ജസ്റ്റഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് എഴുതും. അതിനോട് ആഡ് റെസിപ്റ്റ് ഇൻ ദ ക്യാഷ് ബുക്ക് നോട്ട് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പാസ്ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതും. രണ്ടാമത്തത് ഡിഡക്റ്റ് പേയ്മെൻറ്റ് ഇൻ ദ ക്യാഷ് ബുക്ക് നോട്ട് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെ ക്യാഷ് ബുക്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, പാസ്ബുക്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് എഴുതും. അതുപോലെ നമ്മൾ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എറേഴ്സ് ആഡ് ചെയ്യേണ്ട എറേഴ്സ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യേണ്ട എറേഴ്സ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് കിട്ടും. ഇനി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് എഴുതും, എന്നിട്ട് അതിനോട് ആഡ് റെസിപ്റ്റ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഇൻ ദ ക്യാഷ് ബുക്ക്. നമ്മൾ പാസ്ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. രണ്ടാമത്തെ ഡിഡക്റ്റ് പേയ്മെൻറ്റ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഇൻ ദ ക്യാഷ് ബുക്ക്. ഏതെങ്കിലും പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. പിന്നെ മൂന്നാമത്തത് എറേഴ്സ്. ആഡ് ചെയ്യേണ്ട എറേഴ്സ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലെസ് ചെയ്യേണ്ട എറേഴ്സ് ആണെങ്കിൽ ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ബുക്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും ബാലൻസ് കണ്ടുപിടിക്കുക. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് ചെയ്യാം. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നോക്കുക. ക്യാഷ് ബുക്കിനെ ആഡ് ചെയ്താലാണോ ലെസ് ചെയ്താലാണോ നമ്മൾ പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്ക് എത്താൻ നോക്കും. അങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ക്ലാസിഫൈ ചെയ്ത് ആഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷനെ ആഡ് ചെയ്ത് ലെസ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസിനെ ലെസ് ചെയ്യും. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എത്തുക പാസ്ബുക്കിൻ്റെ ബാലൻസിലാണ്. പാസ്ബുക്കിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മളെത്തുക ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിലാണ്. എങ്ങനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് പ്രോബ്ലംസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇതുവരെയായിട്ട് എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
എങ്ങനെയാണ് റിയൽ ലൈഫിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യത്തെ എക്സാമ്പിൾ 1. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ 31st March 2005. ഡേറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 31 March 2005 നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ: ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,80,000. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് March 2005 ബട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ഇൻ April 2005. നമ്മൾ ബാങ്കിലേക്ക് ഒരു ചെക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ചിലാണ് പേ ചെയ്തത്, പക്ഷേ എങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്തത് ഏപ്രിലാണ്. എമൗണ്ട് 7,900. മൂന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ഇൻ March 2005 ബട്ട് ക്യാഷ്ഡ് ഇൻ April 2005 11,000. നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ബാങ്ക് അത് എൻക്യാഷ് ചെയ്തത് ഏപ്രിലാണ്. നാലാമത്തത് ചെക്സ് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഇൻ March 2005 ബട്ട് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഇൻ April 2005 1,000 rupees. നമ്മളൊരു ചെക്ക് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, അതായത് ചെക്ക് കിട്ടിയെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ നമ്മളത് ബാങ്കിലേക്ക് പേ ചെയ്തത് ഏപ്രിലാണ്. അഞ്ചാമത്തത് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക് 2,500. ബാങ്ക് നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. ആ എമൗണ്ട് എവിടെ വന്നിട്ടുണ്ടാവും? പാസ്ബുക്കിൽ വന്നിട്ടുണ്ടാവും. പാസ്ബുക്കിൽ 2,500 ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. ആറാമത്തത് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് 500. ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്ത എമൗണ്ടാണ്, അത് നമ്മുടെ പാസ്ബുക്കിൽ ഡെബിറ്റ് ആയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ക്യാഷ് ബുക്കിലും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ട്രാൻസാക്ഷൻസിനെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പം ആദ്യം നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതാം, ഡേറ്റ് എഴുതാം, ആസ് ഓൺ 31st March 2005. നമുക്ക് പർട്ടിക്കുലേഴ്സിൻ്റെ ഗോളും എമൗണ്ടിൻ്റെ ഗോളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതുക? നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,80,000 എന്ന് എഴുതാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആദ്യം നോക്കാം. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് March 2005 ബട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ഇൻ April 2005. നമ്മൾ ബാങ്കിലേക്കൊരു ചെക്ക് പേ ചെയ്തു. ബാങ്കിലേക്ക് ചെക്ക് പേ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടാവും, പാസ്ബുക്കിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആയത് ഏപ്രിലാണ്. നമ്മൾ എന്നാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? മാർച്ചിലാണ്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ ആ എമൗണ്ട് ബാങ്കിലെത്തിയിട്ടില്ല, പാസ്ബുക്കിലെത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്, പാസ്ബുക്കിൽ എമൗണ്ട് കുറവാണ്. അപ്പോൾ പാസ്ബുക്കിലെ എമൗണ്ടിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിലുള്ള എമൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം 7,900 നമുക്ക് കുറയ്ക്കാനുള്ള എമൗണ്ടാണ്, അത് ലെസ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മൂന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ഇൻ March 2005 ബട്ട് ക്യാഷ്ഡ് ഇൻ April 2005 11,000. നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താ? ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്യാഷ് ബുക്കിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു. നമ്മളൊരാൾക്ക് ചെക്ക് കൊടുത്തു, അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു. പക്ഷേ എങ്കിൽ അയാളത് ക്യാഷ് ആക്കിയത്, അയാളത് ബാങ്ക് കൊണ്ട് കൊടുത്തത് ഏപ്രിലാണ്. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം വരെ അത് ബാങ്കിൽ എത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവാണ്, പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ പാസ്ബുക്കിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിലുള്ള എമൗണ്ട് കൂട്ടണം. അപ്പം മൂന്നാമത്തെ ഐറ്റം 11,000ൻ്റെ എമൗണ്ട് ആഡ് ചെയ്യാമെന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നാലാമത്തത് എന്താ? ചെക്ക് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഇൻ March 2005 ബട്ട് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഇൻ April 2005. നമ്മളൊരു ചെക്ക് കിട്ടിയ സമയത്ത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താ? ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടി, പക്ഷേ എങ്കിൽ നമ്മളത് ബാങ്കിലേക്ക് പേ ചെയ്തത് ഏപ്രിലാണ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്, പാസ്ബുക്കിൽ എമൗണ്ട് കുറവാണ്. പാസ്ബുക്കിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറയ്ക്കണം. നാലാമത്തത് ലെസ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അഞ്ചാമത്തത് എന്താ? ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക് 2,500. ഇൻട്രസ്റ്റ് അലൗ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിലും എമൗണ്ട് കൂട്ടണം.
ഇനി ആറാമത്തതോ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് 500. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിലും നമ്മൾ എമൗണ്ട് കുറയ്ക്കണം. അപ്പം ഇതിൽ ആഡും ലെസ്സും മാർക്ക് ചെയ്ത് വെച്ചില്ലേ. ഇനി നമുക്കത് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാം. ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? 3 അതുപോലെ തന്നെ 5. അപ്പം മൂന്നാമത്തത് എന്താ? ചെക്ക് ഇഷ്യൂഡ് ഇൻ മാർച്ച് 2005 ബട്ട് ക്യാഷ്ഡ് ഇൻ ഏപ്രിൽ 2005 11,000. ആഡ് എന്ന് എഴുതിയിട്ട് ഒന്നാമത്തെ ഐറ്റം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് എന്ന് പറഞ്ഞിട്ട് 11,000 എഴുതുക. അതുപോലെ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് 2,500. 2 എന്ന് എഴുതിയിട്ട് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് 2,500 എന്ന് എഴുതുക. അപ്പം 11,000 2,500 കൂടെ കൂട്ടി എത്രയാ? 13,500 കിട്ടും. അത് നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള എമൗണ്ട് ആയിട്ടുള്ള 1,80,000 കൂട്ടിയാൽ 1,93,500 കിട്ടും. ഇനി നമുക്ക് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്യാം. അപ്പം 2 ലെസ് ചെയ്യണം, 4 ലെസ് ചെയ്യണം, 6 ലെസ് ചെയ്യണം. രണ്ടാമത്തെ ഐറ്റം നമ്മൾ എഴുതുക ലെസ് എന്ന് എഴുതിയിട്ട് അതിലാദ്യത്തത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് മാർച്ച് 2005 ബട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ഇൻ ഏപ്രിൽ 2005 7,900 എന്ന് എഴുതുക. പിന്നെ ഏതാ ഐറ്റം എഴുതാനുള്ളത് നമുക്ക്? നമ്മുടെ നാലാമത്തെ ഐറ്റം ചെക്ക് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഇൻ മാർച്ച് 2005 ബട്ട് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഇൻ ഏപ്രിൽ 2005 1,000 എന്ന് എഴുതാം. പിന്നെ ലാസ്റ്റത്തെ ഐറ്റം ആറാമത്തത് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് 500 എന്ന് എഴുതാം. അപ്പം ആ ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് 7,900 1,000 500. ഈ 3 ഐറ്റത്തിൻ്റെ കൂടെ ടോട്ടൽ എത്രയാണ്? 7,900 പ്ലസ് 1,000 പ്ലസ് 500 = 9,400. അപ്പം 1,93,500 9,400 കുറച്ചാൽ നമുക്ക് 1,84,500 കിട്ടും. ഇതെന്തായിരിക്കും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. അപ്പം ഇത്രയാണ് നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ഏത് ബാലൻസാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നോക്കുക, ഡേറ്റ് നോക്കുക, ആഡ് ചെയ്യാനുള്ളതും ലെസ് ചെയ്യാനുള്ളതും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ടത് ബാങ്ക് റീകൺസിലേഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. ഓൺ 31st March 2050 cash book of Mahesh showed a debit bank balance of ₹75,000. ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്, ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് പോസിറ്റീവ് ബാലൻസ് ആണ്. വെൻ കമ്പയർഡ് വിത്ത് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ഫാക്ട്സ് were discovered. നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തത് 13th March 2 checks of 5,000 and 7,000 were deposited in the bank but were not realized till date. നമ്മൾ 2 ചെക്കുകൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ബാങ്ക് ഇതുവരെയായിട്ടും ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടും, പാസ്ബുക്കിൽ അതുവരെ എത്താത്തതുകൊണ്ട് പാസ്ബുക്കിൽ എമൗണ്ട് കുറവാണ്. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് കുറയ്ക്കണം. 5,000 7,000 ടോട്ടൽ 12,000 നമ്മൾ ലെസ് ചെയ്യേണ്ട എമൗണ്ടാണ്. അപ്പം ഇടത്തിൽ ഡേറ്റ് എന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ലെസ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഓൺ 28th March 3 checks of 6,000, 8,000 and 12,000 were issued but none of these were presented to the bank for payment. 3 ചെക്കുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 28th മാർച്ചിന്. പക്ഷേങ്കിൽ ആ ചെക്കുകൾ ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറച്ചിട്ടുണ്ടാവും. 6,000 8,000 12,000 മൊത്തം 26,000 റുപ്പീസ് നമ്മൾ ക്യാഷ് ബുക്ക് കുറച്ചിട്ടുണ്ട്. പാസ്ബുക്കിൽ ഇതുവരെയായിട്ട് ആ എമൗണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യാത്തത് കാരണം പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് കൂട്ടണം. 26,000 ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാങ്ക് ഫോർ പേയ്മെൻ്റ് എന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ആഡ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തത് ഓൺ 31st March ബാങ്ക് ക്രെഡിറ്റഡ് 1,250 ആസ് ഇൻട്രസ്റ്റ് ബട്ട് ദിസ് വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് പാസ്ബുക്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ എമൗണ്ട് ആഡ് ചെയ്യണം. 1,250 ആഡ് ചെയ്യുക.
ഇനി അപ്പോൾ ക്യാഷ് ബുക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ആഡ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് സിമിലർലി ബാങ്ക് ഹാഡ് ചാർജ്ഡ് ₹150 ആസ് ബാങ്ക് ചാർജസ് ബട്ട് ദിസ് വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് എന്താ തന്നിട്ടില്ല, ലാസ്റ്റിലത്തെ എന്താ, ബാങ്ക് ഒരു ₹150 നമ്മളെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ചാർജ് ചെയ്താൽ പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറയ്ക്കണം. ₹150 നമ്മൾ ക്യാഷ് ബുക്ക് കുറയ്ക്കണം. ഇത്രയാണ് നമുക്ക് ഐറ്റംസ് ഉള്ളത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st March 2015 എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഫോർമാറ്റിലേക്ക് പോവാം. അപ്പം നമ്മൾ സൊല്യൂഷൻ എഴുതുക, എന്നിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എഴുതുക. നമുക്ക് രണ്ട് രീതിയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ ആദ്യം ബാലൻസ് എഴുതുക, ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എഴുതുക, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് എഴുതുക. അതൊരു ഫോർമാറ്റ്. രണ്ടാമത്തതാണിത്. നമുക്ക് എത്ര കോളംസ് ഉണ്ടാവും? 3 കോളംസ് ഉണ്ടാവും. പർട്ടിക്കുലേഴ്സ് ഒരു കോളത്തിൽ, ആഡ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യാനുള്ളത് സെപ്പറേറ്റ് കോളമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ March 31st 2015 എഴുതുക. എന്നിട്ട് പർട്ടിക്കുലേഴ്സിൽ നമ്മുടെ ബാലൻസ് എഴുതുക. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 75,000 എന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഐറ്റം 2 checks of 5,000 and 7,000 were deposited but not cleared. അത് നമുക്ക് ലെസ് ചെയ്യാനുള്ള എമൗണ്ടാണ്. പർട്ടിക്കുലേഴ്സിൽ എഴുതിയിട്ട് ലെസ് ചെയ്യാനുള്ള കോളത്തിൽ 12,000 എഴുതുക. 5,000 + 7,000 12,000 എഴുതുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്, 3 checks of 6,000, 8,000 and 12,000 were issued but not presented. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം ആഡ് എന്നുള്ള കോളത്തിൽ 26,000 എഴുതാം. ഇനി അടുത്തതെന്താ, നമുക്ക് നാലാമത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ് 1,250. അത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. ആഡ് ചെയ്യാനുള്ള കോളത്തിൽ 1,250 എഴുതാം. ലാസ്റ്റിലത്തത് ബാങ്ക് ₹150 ചാർജ് ചെയ്തു. അത് നമുക്ക് ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. അപ്പം നമ്മൾ 75,000-നോട് 26,000-ഉം 1,250-ഉം ആഡ് ചെയ്യുക. 12,000-ഉം 150-ഉം ലെസ് ചെയ്യുക. അപ്പം നമുക്ക് ബാലൻസ് എത്ര കിട്ടും? 90,100 ആണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടുക. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എഴുതുക. എന്നിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Example 3. Cash book of a merchant showed a bank balance of 23,000 on 31st March 2050. Cash bookൻ്റെ ബാലൻസ് എത്രയാണ്? 23,000 ആണ്. On go through the cash book, it was found that 2 checks for 5,000 and 7,000 deposited the month of March were not credited in the passbook till 2nd April 2050. നമ്മൾ 2 ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ 5,000-ഉം 7,000-ഉം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിൽ ആഡ് ആയിട്ടുണ്ട്, പാസ്ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ആ എമൗണ്ട് 12,000 ലെസ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തെ എന്താ, 3 checks of 6,000, 8,000 and 12,000 issued on 28th March were not presented payment till 3rd April 2050. 3 ചെക്ക് 6,000, 8,000 and 12,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് ബാങ്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഇഷ്യൂ ചെയ്ത സമയത്ത് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, പാസ്ബുക്കിൽ എമൗണ്ട് കൂടുതലാണ്. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിലുള്ള എമൗണ്ട് കൂട്ടണം. 6,000, 8,000 and 12,000 ടോട്ടൽ 26,000 ആഡ് ചെയ്യണം. ഇനി ഇൻ അഡീഷൻ ടു ദിസ് ബാങ്ക് ഹാഡ് ക്രെഡിറ്റഡ് merchant for ₹125 interest and had debited him for 100 as bank charges for which enters in cash book were not recorded. 125 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് പാസ്ബുക്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ 125 ആഡ് ചെയ്യണം. 100 rupees പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിലും ആ എമൗണ്ട് കുറയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇതിന് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം.
bank reconciliation statement as on 31st March 2050. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ ആദ്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 23,000 എഴുതുക. നമ്മളെ രണ്ടാമത്തെ ട്രാൻസാക്ഷനായിട്ട് തന്നിട്ടുണ്ട് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് 5,000 + 7,000 12,000 ലെസ് ചെയ്യാനുള്ള കോളത്തിൽ എഴുതുക. രണ്ടാമത്തത് 3 checks of 6,000, 8,000 and 12,000 were issued but were not presented for payment. 26,000 ആഡ് ചെയ്യുക. ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ് 125 ആഡ് ചെയ്യുക. ബാങ്ക് ചാർജ്ഡ് ഇൻട്രസ്റ്റ് 100 ലെസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 23,000നോട് 26,000 125 ആഡ് ചെയ്ത് 12,000 100 ലെസ് ചെയ്താൽ 37,025 നമുക്ക് ബാലൻസ് കിട്ടും. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 37,025. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട്. എന്നിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് എഴുതുക. എക്സാമ്പിൾ 4. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st March 2050. എന്നാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31st March 2050. ആദ്യം തന്നിട്ടുള്ളത് എന്താ? ഡെബിറ്റ് ബാലൻസ് ഷോൺ ബൈ പാസ്ബുക്ക് 17,800. പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. പാസ്ബുക്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വന്നാൽ അതിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 17,800. ആദ്യത്തെ ട്രാൻസാക്ഷൻ ചെക്സ് ഓഫ് ₹21,600 were issued in the last week of March, but only check of 14,800 were presented for payment. 21,600 രൂപേൻ്റെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് 21,600 കുറച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ 14,800 ചെക്ക് മാത്രമേ അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 14,800 21,000 തമ്മിലുള്ള 21,600 തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. എത്രയാ? 6,800 ആണ് ഡിഫറൻസ് എമൗണ്ട്. ആ എമൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. നമ്മൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പാസ്ബുക്കിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൽ നിന്ന് 21,600 നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാസ്ബുക്കിൽ നിന്നും 21,600 ഡിഡക്റ്റ് ചെയ്യണം. 14,800 ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 6,800 കൂടെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ എന്താ? ചെക്ക് ഓഫ് 10,750 were presented to the bank. Out of them 4,200 was credited in the last week of April. In the first week of April 2050. 10,750 ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പം എന്താ? ക്യാഷ് ബുക്കിലെ എമൗണ്ട് 10,750 കൂടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ 4,200 രൂപേൻ്റെ ചെക്ക് ക്രെഡിറ്റ് ആയതെപ്പോഴാണ്? April 2050. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നപ്പോഴാണ് March 31st. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ദിവസം വരെ അത് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ പാസ്ബുക്കിൽ 4,200 കൂടെ ആഡ് ചെയ്യണം. 31 മാർച്ചിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 4,200 ആഡ് ചെയ്യണം. കാരണം 10,750 നമ്മൾ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാസ്ബുക്കിൽ ബാക്കി എല്ലാ എമൗണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. 4,200 കൂടെ ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി അടുത്തതെന്താ? എ ചെക്ക് ഓഫ് ₹1,200 വാസ് ഡെബിറ്റഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ബട്ട് വാസ് നോട്ട് പ്രസൻറ്റഡ് ഇൻ ദ ബാങ്ക്. ഒരു ചെക്ക് 1,200 രൂപേൻ്റെ ഒരു ചെക്ക് നമ്മളെ ക്യാഷ് ബുക്കിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതുവരെ ബാങ്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ 1,200 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിലും 1,200 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ട്രാൻസാക്ഷൻ 1,200 ആഡ് ചെയ്യാനുള്ളതാണ്. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് 1,450.
₹1450 ബാങ്ക് നമുക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്ബുക്കിൽ 1450 കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് ബുക്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ₹1450 കൂട്ടണം. ഇനി ലാസ്റ്റത്തത്, a bill of exchange of 6200 which discounted with the same was dishonored but no entry was made in the cash book. അതായത് നമ്മൾ ഒരു ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടാവും? ആ എമൗണ്ട് കൂടിയതായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ബാങ്ക് പോയ സമയത്ത് ആ ബില്ല് ഡിസ്ഹോണറായിപ്പോയി. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കുറവല്ലേ? ഈ ഇൻക്രീസ് നമ്മൾ ക്യാഷ് ബുക്കിൽ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് പാസ്ബുക്കിൽ ഇൻക്രീസ് ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യണം. 6200 പാസ്ബുക്കിൽ ആഡ് ചെയ്യണം. ലാസ്റ്റ് എന്താ? ബാങ്ക് ചാർജസ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് 350. ഒരു ബാങ്ക് ചാർജ് ബാങ്ക് നമ്മളെ ഈടാക്കിയിട്ടുണ്ട് 350. അത് പാസ്ബുക്കിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം 350. ഇത്രയാണുള്ളത്. ഇനി നമുക്കതിനെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ എന്താ എഴുതുക? സൊല്യൂഷൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2015 എഴുതും. എന്നിട്ട് ആദ്യം ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 17,800 എഴുതും. ആദ്യത്തെ ഐറ്റം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6800 എന്തിനുള്ളതാ? ലെസ് ചെയ്യാനുള്ള എമൗണ്ടാണ്. അപ്പോൾ 6800 21,600 14,800 തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് 6,800 ലെസ് ചെയ്യുക. രണ്ടാമത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ഇൻ മാർച്ച് 4,200 ആഡ് ചെയ്യുക. മൂന്നാമത് എ ചെക്ക് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 1,200 ആഡ് ചെയ്യുക. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് 1,450 ആഡ് ചെയ്യുക. ബിൽ ഡിസ്ഹോണഡ് എമൗണ്ട് 6,200 ആഡ് ചെയ്യുക. ബാങ്ക് ചാർജസ് 350 ആഡ് ചെയ്യുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? 17,800 നെഗറ്റീവ് എമൗണ്ട് ആണ്. അതിനോട് നമ്മൾ 6,800 കൂടെ ലെസ് ചെയ്യുന്നു. 4,200 1,200 1,450 6,200 350 ഇത്രയും എമൗണ്ട് ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ഫിഗർ തന്നെയാണ് കിട്ടുക. 11,200 കിട്ടും. അത് നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് 11,200 എന്ന് കിട്ടും. ആ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കുക. ഓക്കെ.